എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ എന്നാണ് പോകുന്നത് സോളന്റ് 2 എന്നാണ് ഇവിടെ എപ്പിസോഡ് 40. ഓക്കെ, അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഷ്രെക്കിലെ എല്ലാവരെയും കാണിക്കുന്നു. അവരെല്ലാവരും വളരെയധികം സങ്കടത്തിലാണ്. കാരണം ഷ്രെക്കിന്റെ തന്നെ ഹെഡായ മോയൻ മരിക്കാനായിട്ട് പോകുന്നു. എല്ലാവർക്കും അത് മനസ്സിലായി. യുവാനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ വാക്ക് അത് നീ ഇന്ന് ഓർത്ത് വെക്കണം, വെക്കണം, എല്ലാം മനസ്സിലാക്കുകയും വേണം, എടുത്ത് ചാടാൻ പാടില്ല. യുവാനും ശരി പറയുകയാണ്. ഇനി മുതൽ ഷ്രെക്കിന്റെ അടുത്ത ഹെഡ് യുവാനാണ്. അതുപോലെ ഡൗഡവനെ ലിങ്ങിനെ വിളിച്ചിട്ട് ഫാനും ആയിരിക്കും അടുത്ത വൈസ്റ്റീനും എന്ന് പറയുകയാണ്. അവരും ഓക്കെ. അപ്പോൾ ഞാൻ ഈ സംശയം വിളിച്ച് എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ സെൽഫിഷ്നെസ് ആയിട്ട് കൂട്ടിയാൽ മതി. അവർ പറഞ്ഞോളാനായിട്ട് പറയുമ്പോൾ അവർ ടാങ്സെറ്റിൽ ജോയിൻ ചെയ്യാനാണ് പറയുന്നത്. 10,000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ആൻസസ്റ്ററായ ടാങ്സൻ ഉണ്ടാക്കിയിട്ടതാണ്. വരും ജനറേഷനിൽ അത് പയ്യെ ഇല്ലാതെ അവസാനം ഈ ഒരു അവസ്ഥയിലെത്തി. ഷ്രെക്കിലെ ആളെന്ന നിലയിൽ എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല. നിങ്ങളെ 5 പേരെ പോലെ ജോയിൻ ചെയ്യണം, അവരും ചേരാം എന്ന് പറയാണ്. ബൈബൈനോട് ഷൗയനെ നീ കണ്ടുപിടിച്ച് ഷ്രെക്കിലേക്ക് തിരികെ കൊണ്ടുവരണം. നിന്റെ ആൻസസ്റ്റർ ഷൗഗിങ്ങിനെ നിനക്കറിയില്ലേ? നിന്റെ മാർഷൽ സോള് ബ്ലൂ ലൈറ്റനിങ് ട്രക്സ് ആണ്, അത് പകുതി മ്യൂട്ടേറ്റഡ് ആയതാണ്, അത് മുഴുവനാക്കി തരാം എന്ന് പറഞ്ഞ് ചെയ്യുവാണ്. അവന്റെ മാർഷൽ സോൾ അങ്ങനെ ഗോൾഡൻ ട്രയാങ്കിളിൽ വരുന്ന ഡ്രാഗണായിട്ട് മാറുകയാണ്. അതിന് കാരണം മോയന്റെ മാർഷൽ സോള് ഹോളി ഡ്രാഗൺ ആണല്ലോ, ലൈറ്റ് ആട്രിബ്യൂട്ട്സ് ആണുള്ളത്, അത് ബ്ലഡ് ലൈനും കൂടി ചേർത്ത് അങ്ങനെ എന്തോ പരിപാടിയാണ്, അത് നോക്കണ്ട. അപ്പൊ അങ്ങനെയായി യുഹാവ വാങ്ടോങ്ങിനോട് ഷൗയും ബേബി അവരെ ടാങ്സെറ്റിനെ ഹെൽപ്പ് ചെയ്യണം, അവളെ നിങ്ങൾ കണ്ടുപിടിക്കണം. അതുപോലെ ഷൗമൈ നിങ്ങളുടെ സ്കില്ല് വെച്ച് അവളെ രക്ഷിക്കണം. യുഹാവനോട് സൺമൂൺ എംപയറിലേക്ക് എക്സ്ചേഞ്ച് സ്റ്റുഡൻ്റായിട്ട് നീ പോകണം. അവരുടെ മോട്ടീവ് അത് നടക്കരുത്, അവരുടെ കൂടെ നന്നായിട്ട് പഠിക്കുകയും അതുപോലെ വാർ അത് തടഞ്ഞ് പീസ്ഫുൾ ആവുകയും വേണം. അവനും ഉറപ്പു നിൽക്കണം. എല്ലാവരോടും അവസാനമായിട്ട് ഒരു കാര്യമുണ്ട്, സോൾ ഗൈഡിങ് ഡിപ്പാർട്ട്മെന്റ് വളർത്തിയെടുക്കണം. ലെവൽ 10 സോൾ ഗൈഡിങ് മാസ്റ്റേഴ്സിനെ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ആയവര് ഷ്രെക്ക് പോലിയുടെ ഇൻഹെറിറ്റ് ആയിട്ട് മാറും. ഷ്രെക്ക് ആൻസസ്റ്റേഴ്സിനോട് നന്ദി പറഞ്ഞ് ഞാൻ വരുവാണ് എന്നൂടെ പറഞ്ഞ് അവിടെ നിന്ന് മരിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങനെ ഇല്ലാതായി. എല്ലാവരും മുട്ടുകുത്തി നൽകുന്നു. അവിടെയുള്ള ഡ്രാഗണും അത് പയ്യെ ഇല്ലാതാകുകയാണ്. ആ ലൈറ്റ് താഴേക്ക് വീഴുന്നു. ആ ഏൻഷ്യന്റ് ട്രീ അതിലെ ഇലകളും വരുന്നു. യുഹാവ അപ്പോൾ ടീച്ചർ അവസാനം വരെ പറഞ്ഞ വാക്കിന് ഒരിക്കലും മറക്കില്ല. യുഹാവയ്ക്കാണെങ്കിൽ മോയിൻ പോയതിൽ നിന്ന് വളരെയധികം സങ്കടമാണ്. റിക്കവർ ആകാൻ കഴിഞ്ഞിട്ടില്ല. അത് വാങ്ടോൺ കാണുവാണ്. അങ്ങനെ ദിവസം പോയി അവൻ സൺമൂൺ എംപയറിലേക്ക് പോകാനുള്ള ടൈമുമായി. അതിനായിട്ട് ഫ്രണ്ട്സൊക്കെ വന്ന് വെളിയിൽ നിൽക്കുകയാണ്. എല്ലാവരും അവരൊന്ന് പറഞ്ഞിരിക്കുന്നു. അവർ ഗേറ്റിന്റെ അടുത്തേക്ക് എത്തി വാങ്ടോങ്ങാണ് ബാഗൊക്കെ പിടിക്കുന്നത്. എല്ലാം സെറ്റാണ് എന്ന് അവിടെ ഉള്ളവരും പറയുകയാണ്. എല്ലാവരോടും ഭയം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ വരാം, എല്ലാവരും നന്നായിട്ടിരിക്കാനും പറയുകയാണ്. സങ്കടം കൊണ്ട് കരച്ചിൽ വിരിച്ച് അങ്ങനെ പോവുകയാണ്. വാങ്ടോങ്ങിന് വളരെയധികം സങ്കടമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അവർ സൺമൂൺ എംപയറിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് സ്റ്റാർ ഫോറസ്റ്റിൽ ടിടിയാണ് ഷ്രെക്കിലെ സ്ട്രോങ്ങസ്റ്റ് ആയ ആളിറ്റതായി. ഹ്യൂമാനിറ്റി അത് നഷ്ടപ്പെടാൻ പോവുകയാണ്. ടിടിയാണ് ഹ്യൂമൻസിന് ഇഷ്ടമല്ലാത്ത പോലെ. ഇതിന് ഇനിമയാണോ അത് ഡാമിങ് എർമിങ്ങിനെ പോലെയാണോ എന്നും അറിയില്ല. എന്തായാലും അവർ ബോർഡറിൽ അവിടെ എത്തി സ്റ്റുഡൻസിനെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവിടെ 2 കൂട്ടരും വന്നു നിൽക്കുന്നു. ഞാൻ അറിഞ്ഞു നിങ്ങളുടെ ഷ്രെക്ക് ഹെഡ് ഇല്ലാതെയായി എന്ന്. അന്ന് കണ്ടപ്പോൾ അത് ലാസ്റ്റ് മീറ്റിംഗ് ആവുമെന്ന് കരുതിയില്ല എന്ന് പറയുമ്പോൾ യുവാൻ ആണല്ലോ അടുത്ത ഹെഡ്, കൺഗ്രാറ്റ്സ് എന്നോട് പറയുമ്പോൾ അതിന് ശാവോശി. ഷ്രെക്ക് അവരുടെ ഗ്രൂപ്പ് ഇതുപോലെയുള്ള ഒരുപാട് ഡീനിനെ കാണേണ്ടി വരും, അതുകൊണ്ട് തന്നെ സ്വന്തം ഹെൽത്ത് ആദ്യം നോക്കണേ എന്ന് ഊക്കിവിട്ടത്. അങ്ങനെ കൊടിയും വാങ്ങിച്ചു പോകുന്ന എക്സ്ചേഞ്ച് സ്റ്റുഡൻസ് അത് 10 പേരാണെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ച യുഹാവ മാത്രമായിരിക്കുന്നു. ഹോങ്ചെന്ന് അവനോട് യുഹാവ നീ നോക്കിക്കോ, അടുത്ത പ്രാവശ്യം വരുന്ന കോമ്പറ്റീഷനിലെ ഷ്രെക്കിന്റെ കാലിൽ വീഴ്ത്തും, നീ ട്രൈ ചെയ്യ്, കഴിഞ്ഞ 1000 വർഷമായിട്ട് ഇത് തന്നെയല്ലേ നോക്കുന്നേ എന്ന് പറഞ്ഞു ഊക്കിവിട്ടു. അതിനുശേഷം അവർ സൺമൂൺ എംപയറിലെത്തി അവിടുത്തെ ഓരോന്നും പറഞ്ഞുവിടുന്നു. അതെല്ലാം കൊണ്ട് അതിശയിച്ച് നിൽക്കുവാണ്. കായിട്ടുവിനെ വിളിക്കുമ്പോൾ അവളോട് പറയുന്നത് കായിട്ടു ഇവിടെയാണ് ജനിച്ചത്. അത് കേട്ട് ഷോക്കായി പോയി. അതിനാൽ പിന്നൊരു ദിവസം പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതങ്ങനെ കായിട്ടു ഇവിടെ ജനിച്ചിട്ട് ഷ്രെക്കിലെത്തി വഴിയെ മനസ്സിലാകും. എന്ത് തന്നെയാലും മുബായിനെ പോലെ ഒരു ഫ്ലാഷ് ബാക്ക് പ്രതീക്ഷിക്കാം. മുബായി അങ്ങനെയാണല്ലോ, സ്റ്റാർഡോയിലും എംപയറിൽ ജനിച്ചു, എന്നിട്ട് ഷ്രെക്കിൽ മുന്നോട്ട് പോയിട്ട് വളർന്നു. അവിടെ കണ്ടത് വെച്ചെല്ലാം ഡിജിറ്റൽ വേൾഡിലേക്ക് പോകുന്നത് പോലെയാണ്. എല്ലാവർക്കും എന്താ മടി തന്നെ. ടെക്നോളജി വളർന്നു, മാന് പരിചയപ്പെടുത്തി, എന്നിട്ട് യുഹാവയ്ക്ക് ഒരു ടോക്കൺ കൊടുത്തു. ഇതാണ് എൻ്റർ ചെയ്യാനും ലീവ് ചെയ്യാനും ഉള്ളത്, എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ ആകണം. അവരുടെ നിങ്ങൾക്കുള്ള പ്ലേസിലേക്ക് പോകാനായിട്ട് ഫാനും അങ്ങനെ പോകാനായിട്ട് പറഞ്ഞിട്ട് അവരും പോയി. യുഹാവയ്ക്ക് ഏതൊരു മൂലയിലുള്ളതാണെന്ന് തോന്നുന്നു. അവസാനം റൂമിലെത്തി അവിടെ യുഹാവ ആ എൻ്റർ ചെയ്ത് അവൻ്റെ ആ റൂമിലേക്ക് പോവുകയാണ്. അത് കണ്ടു നിൽക്കുമ്പോൾ അവൻ എൻ്റർ ചെയ്ത കാര്യവും അവിടെയുള്ള യൂണിഫോം അത് ഉപയോഗിക്കാനായിട്ടുള്ള വോയിസ് കേൾക്കുന്നത്. യുഹാവ അവിടെയൊക്കെ നോക്കിയിട്ട് ഇനി ഉപയോഗിക്കാൻ പോകുന്ന യൂണിഫോം അതെടുത്തിട്ടു. അതല്പം സോൾ ഗൈഡിങ്ങിൻ്റെ ആയിട്ടുള്ള റിലേറ്റുള്ള ഒരു സാധനമാണ്. അവൻ്റെ യൂണിഫോം അവിടെ വെച്ചിട്ട് അവൻ അങ്ങോട്ടോ ചെല്ലുവാണ്. അവിടെ എത്തി എൻ്റർ ചെയ്യാനായിട്ട് ടോക്കൺ വെച്ച് അത് ഉപയോഗിക്കുമ്പോൾ ആ ഡോറ് അതും തുറന്നു. അങ്ങനെ അകത്തേക്ക് കയറി പോവാണ്. അകത്തൊരാളുണ്ട്, അവൻ്റെ പേരാണ് യുഹാവ, പുതിയ സ്റ്റുഡൻ്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഷുവാൻ ബിസൻ
എളുപ്പത്തിന് വെൻസി എന്ന് പറയാം. അവിടെ ഇൻസ്പെക്ടറാണ്, നിന്നെ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. തോറ്റ വേറെ ആളെ നോക്കണം, പേടിയുണ്ടോ? അവൻ നാസ്രക്കിലുള്ളതാണ്, എനിക്കാരെയും പേടിയുണ്ട്. അവിടെ മറ്റേ സ്റ്റോണുകൾ അത് കാണിച്ചിട്ട് ലെവൽ 5 സോൾ ഗൈഡിങ് ടൂൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. ആ ചിപ്പ് അത് ഉണ്ടാക്കാനായിട്ട് പറയുന്നത് 15 മിനിറ്റാണ് ടൈം, 5 എണ്ണം ഉണ്ടാകണം. അവന് ചലഞ്ച് ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് പോയി അവൻ്റെ കയ്യിലുള്ള നൈഫ്, ആ പച്ച നൈഫ് ഉണ്ടല്ലോ, അത് വെച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അവൻ ആൾറെഡി ലെവൽ 5 സോൾ മെൻറ്റർ ആണല്ലോ, പെട്ടെന്ന് ചെയ്യണ. സ്പിരിറ്റായി കൂടി പവർ ഉപയോഗിക്കുമ്പോൾ ഫാസ്റ്റായി 15 മിനിറ്റ് എന്നത് 10 മിനിറ്റിന് മുമ്പേ അവൻ ചെയ്തു കഴിഞ്ഞു. വെൻസിക്കാണെങ്കിൽ പോലും ചെറിയൊരു അതിശയമുണ്ട്, എങ്കിലും ഇത് ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ ഇതെല്ലാം ചേർത്തൊരു വെപ്പൺ ഉണ്ടാകണം, അത് വർക്കിംഗ് ആണ്. അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവനും ചെയ്യാനായിട്ട് തുടങ്ങി. ടാങ്ക് സെറ്റിലെ കോഡ്ലി ക്രോസ് ബോ അതിൽ സോൾ ഗൈഡിങ് കൂടി ചേർത്ത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഇതിനെപ്പറ്റി പറയണ്ടല്ലോ എത്രമാത്രം പവർഫുൾ ആണ് എന്നത്. അതിൻ്റെ കൂടെ സോൾ ഗൈഡിങ് കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി എടുത്തു, അത് കാണിച്ചു കൊടുത്തു. അത് കണ്ട് അതിനെ ചെക്ക് ചെയ്യുകയാണ്. അവനത് ചെയ്യുന്ന ഉള്ളിൽ തന്നെ പവേഴ്സ് അത് റീജനായി കൂടുതൽ ഫോഴ്സിൽ ഉണ്ടാക്കി വരികയാണ്. അതുകൊണ്ട് വെൻസിക്കാകട്ടെ ഷോക്ക്, അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അത് ഷൂട്ട് ചെയ്ത് ഒറ്റ പോക്ക് അതെല്ലാം തകർത്തുകൊണ്ട് ഇതെന്താണ് എങ്ങനെയാണ് എന്നൊക്കെ കണ്ട് അതിശയം. ഇതുവരെ ഇത് കണ്ടിട്ടില്ല. അതിന് യുഹവ, ഇതിൻ്റെ പേരാണ് ക്രോസ് ബോ, ഇതൊരു വെപ്പണാണ്. അതിൻ്റെ കൂടെ സോൾ ഗൈഡിങ് കൂടി ചേർത്താണ്. എനിക്ക് എന്ത് പറഞ്ഞുതരാമെന്ന് ചോദിക്കുമ്പോൾ കഴിയില്ല, സൺമൂൺ സ്റ്റാർട്ട് ആയിട്ട് എന്തെങ്കിലും വാറുണ്ടാകാൻ ഇത് ഉപയോഗിക്കും, അത് നമുക്ക് തന്നെ കാണിക്കുന്ന മിസ്റ്റേക്ക് ആവും. അത് ശരിയാണ് എന്ന് വെൻസി. എങ്കിലും യുഹവ ടാങ്ക് സെറ്റ് ജോയിൻ ചെയ്താൽ ഇതുപോലെ ഒരുപാട് വെപ്പൺസ് ഉണ്ട്, അവിടെ നിന്ന് അതെല്ലാം പഠിക്കാനായിട്ട് കഴിയും. അതായിട്ട് ടാങ്ക് സെറ്റ് നന്നായിട്ട് അറിയാം, കാരണം അത് ഉപയോഗിച്ചാണ് പണ്ട് നടന്ന വാറിൽ ഒരുവിധം അവർ പിടിച്ചാണ് നിന്നത്. നീ ഇപ്പോൾ പഠിക്കാനായിട്ട് വന്നേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.